എസ്കെൻ ഈ ആത്മഹത്യ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്, അങ്ങേയറ്റം ഷോക്കിംഗ് ആണ്. അതിനുശേഷം വരുന്ന പ്രതികരണങ്ങളൊക്കെ ഈ CJ റോയിയുടെ ഒരു വലിയ മാനുഷികമായ പ്രവർത്തനങ്ങൾ, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഓരോരുത്തരായി പറയുകയാണ്. എസ്കെൻ അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ്. എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? എങ്ങനെയുള്ള ഒരാളായിരുന്നു CJ റോയി? ആഷ്മി, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാനിപ്പോൾ നമ്മുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ തമ്മിലിൻ്റെ ഒരു ഫ്ലോറിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ ചെവിയിൽ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ നിന്ന് പറഞ്ഞത് ഇങ്ങനെ CJ റോയി വെടിവെച്ചു മരിച്ചു എന്ന രീതിയിൽ പറഞ്ഞത്. എനിക്ക് വിശ്വസിക്കാനായില്ല. പക്ഷേ അതൊരു ലൈവായിട്ട് റെക്കോർഡിംഗ് പോയതുകൊണ്ട് എനിക്ക് തിരിച്ചു ചോദിക്കാനും പറ്റുമായിരുന്നില്ല. എന്നാലും ഞാൻ പിന്നീട് അങ്ങോട്ട് ഏതാണ്ട് ഒരു 10-30 മിനിറ്റോളം ഈ ഡോക്ടർ CJ റോയി എന്തിനത് ചെയ്യണം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട കാരണം എന്താണ്, പ്രത്യേകിച്ച് ഇപ്പോൾ IT-യുടെ ഒരു റെയ്ഡ് അവിടെ നടന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴറിയുന്നു. ED-യുടെ അന്വേഷണം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ IT-യുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എനിക്കറിയില്ല, ED-യുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എനിക്കറിയില്ല. പക്ഷേ CJ റോയി എന്ന് പറയുന്ന ഒരു വ്യക്തി അപാരമായ ധൈര്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പലപ്പോഴും നമ്മൾ പരിചയപ്പെടുമ്പോഴൊക്കെ തന്നെ നമുക്ക് ചില പ്രതിസന്ധികളുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ധൈര്യമായിട്ട് നേരിടണം എന്ന് ഉപദേശിക്കുന്ന ഒരു നല്ല സുഹൃത്തായിരുന്നു CJ റോയി. അദ്ദേഹത്തിന് ഞാൻ ഈ അടുത്ത സമയത്ത് എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കെട്ടിട സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ കെട്ടിടം നമ്മുടെ എറണാകുളം സിറ്റിക്ക് നടുവിൽ വന്നിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പോയി കുറേ നേരം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചില തമാശകളൊക്കെ പൊഴിച്ചു. അദ്ദേഹം എന്നെ മാഷ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്, ഞാനും അദ്ദേഹത്തിനെ മാഷ് എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷേ മാഷ് എന്ന് വിളിച്ചൊരു സൗഹൃദമാണ് തുടങ്ങിയത്. ഈ സൗഹൃദത്തിൻ്റെ പേര് നമ്മൾ അന്വേഷിച്ച് പോയാൽ 2005 ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർ സിംഗർ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ആദ്യമായിട്ട് വിജയിക്കുന്ന ആൾ ഐഡിയ സ്റ്റാർ സിംഗറായി തിരഞ്ഞെടുക്കപ്പെടുന്ന മത്സരാർത്ഥിക്ക് 40 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ് നൽകാം എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്ത് അന്ന് നമ്മളെയൊക്കെ ഞെട്ടിച്ചു. നമ്മൾ ശരിക്കും കൊടുക്കാനാണോ എന്ന് വരെ ഞാൻ അദ്ദേഹത്തോട് തമാശയ്ക്ക് ചോദിച്ചിരുന്നു. കാരണം അന്ന് 40 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ് ഒരു പാട്ട് പാടുന്ന കുട്ടിക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ കേട്ടുകഴിയുള്ള സംഭവമായിരുന്നു. ഇന്നിപ്പോൾ 1 കോടിയൊക്കെ കിട്ടുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിപാടിയുടെ റെക്കോർഡിങ്ങും അതുപോലെ എൻ്റെ ഫിനാലെ സംബന്ധിച്ചും ഒക്കെ ഒരുപാട് തവണ ഞാൻ അദ്ദേഹവുമായി സംവദിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ദുബായിലെ വസതിയിൽ പോയി അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു തമാശ ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ഇരിക്കുമ്പോൾ തന്നെയാണ് സംഭവിച്ചത്. ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ അപ്രതീക്ഷിതമായ എന്തോ കാരണം കൊണ്ട് എനിക്ക് വരികയായിരുന്നു. വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെന്തോ സാമ്പത്തികമായിട്ടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയെന്നൊക്കെ ഇവിടെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ തമാശയ്ക്ക് ഒരു പകുതി തമാശയ്ക്ക് ചോദിച്ചാണെങ്കിലും അദ്ദേഹത്തിൽ അത് ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ഒന്നും പറയാതെ എന്നോട് പറഞ്ഞു, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു. പക്ഷേ ആവശ്യമില്ലാത്ത പരിപാടിയായി പോയല്ലോ എന്നെനിക്ക് സ്വയം ഒരു കുറ്റബോധം തോന്നി. എങ്കിലും ഞാൻ അദ്ദേഹത്തെ പിന്നീട് വിളിച്ചില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫോൺ വീണ്ടും വന്നു. നാളെ ഞാൻ എൻ്റെ ചെറിയൊരു വിമാനവുമായിട്ട് ഞാൻ കൊച്ചിയിൽ വരെ വരേണ്ട ഒരു ആവശ്യമുണ്ട്, അപ്പം ഞാൻ തിരുവനന്തപുരത്ത് വരെ വന്നാൽ അങ്ങ് എൻ്റെ കൂടെ ബാംഗ്ലൂരിന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു നിർബന്ധമുണ്ട്, എന്നെ പൈലറ്റിൻ്റെ അടുത്തിരിക്കണം, എനിക്ക് വിമാനത്തിൻ്റെ മുന്നിലിരുന്ന് വിമാനം എങ്ങനെ ഓടിച്ചു പോകുന്നു എന്നുള്ളത് ഒന്ന് പേഴ്സണലി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അത് പറ്റുമോ എന്ന് ചോദിച്ചു. പിന്നെന്താ, അതൊക്കെ പറ്റും മാഷേ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ റെഡി, എത്ര മണിക്ക് റെഡി ആവണമെന്ന് ചോദിച്ചപ്പോൾ ഒരു 11 മണിക്ക് റെഡിയായി നിൽക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഒരു 10:30 മണിയായി, പിറ്റേന്ന് രാവിലെ അന്നൊരു ശനിയാഴ്ച ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം രാവിലെ എനിക്ക് ഫോൺ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അത്യാവശ്യം കൊണ്ട് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരാൻ കഴിഞ്ഞില്ല, പക്ഷേ എൻ്റെ വിമാനം തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ കിടപ്പുണ്ട്, അപ്പോൾ താങ്കളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കോ? അല്ല, വിമാനത്തിൽ പൈലറ്റും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങ് വരൂ, ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ കാത്തു നിൽക്കാം എന്ന് പറഞ്ഞു. എനിക്ക് അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ അവിടെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ എയർപോർട്ട് മാനേജറിന് ലെറ്റർ വാങ്ങേണ്ടതുണ്ടായിരുന്നു. ഞാൻ മാനേജർ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തോ ചാർട്ടേഡ് ഫ്ലൈറ്റിലൊക്കെ പോകുന്നു, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകാൻ എന്തെങ്കിലും അത്യാവശ്യമുണ്ട്? അപ്പോൾ ഞാൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകുന്നു ബാംഗ്ലൂർക്ക് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഒരു കള്ളം പറഞ്ഞു, ഏഷ്യാനെറ്റ് ചെയർമാൻ അയച്ച ഒരു അത്യാവശ്യ കാര്യമാണ്, അദ്ദേഹത്തിന് പോകാൻ വേണ്ടിയുള്ള ഫ്ലൈറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതിന് പകരം ഞാൻ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കള്ളം പറഞ്ഞ് അവിടെ നിന്ന് തടി തപ്പി. ഞാൻ ആ ഫ്ലൈറ്റിൽ കയറി. അത് സംഭവബഹുലമായിരുന്നു. കാരണം എന്നെ പ്രതീക്ഷിച്ച പോലെ തന്നെ മുന്നിലിരുത്തി. അപ്പോൾ ബീഹാറിയായിട്ടുള്ളൊരു പൈലറ്റാണ്. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ എന്നോട് പറഞ്ഞു, ഉള്ളി കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് പറഞ്ഞു, അകലെ ആകാശ ചരിവിലേക്ക് നോക്കിക്കോളൂ, വല്ല വണ്ടി വരുന്നത് കൊണ്ട് എന്നോട് പറയണം
എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് പേടിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കോ പൈലറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ കോ പൈലറ്റ് ഇല്ല, ഞാൻ മാർക്കറ്റിംഗ് മാനേജറാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ പൈലറ്റായി നിങ്ങൾക്ക് എന്തെങ്കിലും ഹൃദയസ്തംഭനം മറ്റോ ഉണ്ടായ നമ്മൾ 3 പേരും അങ്ങ് ചത്തുപോകും, അത്രയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.